വലിയ വിലയുള്ള സമയത്തിന് ഗ്യാസ് സിലിണ്ടറിനേക്കാൾ വിലയുള്ള സമയത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആമുഖം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും വിലയേറിയ സമയത്തെ ഞാൻ ഹനിക്കുന്നില്ല. UDF കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചെയ്ത വികസനങ്ങൾ നമുക്കൊരു 2-3 കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ കാണാവുന്ന രീതിയിൽ പലതരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള റോഡുകൾ തൊട്ട് ഇവിടെ കാണുന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് പലർക്കും വ്യക്തിപരമായിട്ട് ഗുണം കിട്ടുന്ന രീതിയിലുമൊക്കെ ഇതിനു മുമ്പ് ഉള്ള കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ ആ ചെയ്തതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ UDFനെ ഏറ്റവും ശക്തമായി താങ്ങി നിർത്തുന്നത്. ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ ഒരു 15 ദിവസത്തോളമായിട്ട് എൻ്റെ ലോകം പാലക്കാടായിട്ട് നിൽക്കണം. എങ്കിലും ആ വിഷയം ഒരു പരിധിവരെ നമ്മളിവിടെയുള്ള ഈ തീവ്രവാദം, അക്രമം ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാറിനകത്തിരിക്കുന്ന ആൾക്കാരെ കാണണം. അതുകൊണ്ട് സൺഫിലിമിന് കട്ടി കുറയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ചൂടനുഭവിക്കുന്നത് പോലെയുള്ള ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഒറ്റയടിക്ക് പൂർണ്ണമായി ഗുണമെന്നോ പൂർണ്ണമായി ദോഷമെന്നോ പറയാവുന്ന അവസ്ഥയല്ല. പക്ഷേ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പറ്റാത്തതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനകീയമായോ നിൽക്കുന്ന NGOകളെല്ലാം ഇതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഒന്ന്, ഒരു വലിയ NGOയ്ക്ക് ഒരു ചെറിയ NGOനെ സഹായിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് ഈ അമെൻമെൻറ്റിലുണ്ട്. ആ അമെൻമെൻറ്റ് NGOകളെ കാര്യമായിട്ട് ബാധിക്കും. ഒരുപാട് ആളുകൾ, നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്താൽ കഴിവുള്ളവർ സഹായിക്കുക എന്നൊക്കെ പറയുന്ന ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫ്ലക്സുകൾ ഏതാണ്ട് എല്ലാ ജംഗ്ഷനുകളിലും പലതരത്തിൽ കാണുന്ന അവസ്ഥയിൽ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം കുറേ അധികം NGOകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ NGOകൾക്ക് നമ്മളെ ഒരു സമ്പദ് വ്യവസ്ഥയെ കൃത്യമായിട്ട് പുറത്തുനിന്ന് ഒരുപാട് സംഘടനകൾ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് എങ്കിൽ കൃത്യമായി സെക്യൂരിറ്റിയുടെ ഏരിയയിൽ ആണ് നിയന്ത്രണം കൊണ്ടുവന്നത്. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ അറിവിൽ ഏതാണ്ട് ഡൽഹിയിലെ SBIയുടെ കേന്ദ്രത്തിൽ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങണമെന്നും അതിൻ്റെ പേപ്പർ വർക്കുകൾ കുറച്ച് കൂടുതലാണെന്നും ഒക്കെ അറിയുന്നുണ്ട്. അപ്പം NGOകളെ ഒരു വിധത്തിൽ ടൈറ്റ് ആകുന്നത് ശരിക്ക് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഡയറക്റ്റ് ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഉപയോഗിക്കപ്പെടാൻ പണം ഉപയോഗിക്കപ്പെട്ടിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ മേഖലയിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിലൊരു കോംപ്ലിക്കേഷൻ ഇപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട്. അത് പരിഹരിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പുറത്തുനിന്നുള്ള ഫണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ എക്കണോമിയെ, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രവാസി സമൂഹമുള്ള സംസ്ഥാനമാണ്. അവരുടെ ഇത്തരത്തിലുള്ള കുഞ്ഞു ചാരിറ്റികൾ നമ്മുടെ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെ ബാധിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. അല്ല, നിഷ്കളങ്കമായിട്ട് കാണണ്ട. ഇത് പതുക്കെ ഈ അധികാരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഏരിയ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം ധാരാളമായിട്ടുണ്ട്. ഞാൻ ഒരു 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ ആ 10 കൊല്ലവും കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ കൊല്ലവും ഒരു തവണയോ അല്ലെങ്കിൽ 2 കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും പെട്രോളിന് വില കൂടുന്നതിന് സമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്രോളിന് വില കൂടാതിരിക്കുന്നില്ല, 100% വില കൂടി. ഇപ്പോൾ പെട്രോളിന് വില കയറി എന്ന് പറഞ്ഞ് ഞാനൊരു സമരം കണ്ടിട്ട്, ലോറി സമരമോ ബസ് സമരമോ ഒക്കെ കണ്ട കാലം മറന്നു. കാരണം പതുക്കെ നമ്മളുടെ ഈ എന്ത് ചെയ്യാനാ എന്നുള്ള പോലെ ഒരു ഉൾക്കൊള്ളുന്ന അവസ്ഥയിലോട്ട് നമ്മൾ പതുക്കെ മാറുന്നുണ്ട്. അപ്പം അത് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഇല്ലായ്മ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, എല്ലാത്തിനും ഈ സഹായമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളിലേക്ക് വരണം, ഞങ്ങളിലൂടെ പോകാവുള്ളൂ, അല്ലേത് എടുക്കും എന്നുള്ളതൊരു നിലപാട് ശരിയല്ല. അത് നിഷ്കളങ്കമായ നിലപാടാണെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞൊരു ഇവർ രാജ്യത്തിൻ്റെ സുരക്ഷ എന്നൊരു വാക്ക് ഇതിൽ വെക്കുന്നിടത്തോളം കാലം ഞാൻ അതുകൊണ്ടാണ് 100% എന്ന വാക്ക് ഉപയോഗിച്ച് പറയാത്തത്. അത് മുന്നിലായി വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പ്രധാനമായും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന NGOകളെ തന്നെ ആണല്ലോ. നമ്മൾ ഒരുപാട് ആളുകൾ അതിലൂടെ കൃത്യമായ ഒരു സോഷ്യൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. ആ പണം മുഴുവൻ അങ്ങനെ ഒരു രാജ്യവിരുദ്ധ പരിപാടികൾക്കൊന്നും അല്ലല്ലോ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാം കൂടി എടുത്ത് മാറ്റിവെക്കുന്നതിന് പകരം എപ്പോഴും ആ പ്രശ്നത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ തീർത്തങ്ങ് പറയണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ NGO-കൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, പുറത്തുനിന്ന് വരുന്നിടത്തുനിന്നാണ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായി പ്രതിഷേധിക്കേണ്ട എല്ലാം നമ്മളിലൂടെ വരാവുള്ളൂ. ഇതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇടപെടുന്നത്, എല്ലാ കാര്യത്തിലും എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൃത്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ആ ആ നിയന്ത്രണമുണ്ടല്ലോ. കൊടുത്താലും ഞാൻ ഒരു 50 രൂപ വരെ ഉള്ളതിൽ നിന്ന് 50-ൽ നിന്ന് 100-നടുത്തേക്ക് എത്തിയത് 10 കൊല്ലം കൊണ്ടും 50 കൊല്ലം കൊണ്ട് 50 രൂപയാണല്ലോ ആയിട്ടുണ്ടായിരുന്നത്. ഏൽപ്പിച്ചാലും അതിൻ്റെ പുറത്തൊരു നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരു സർവാധികാരമല്ലല്ലോ ഒരു പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താലും കൊടുക്കുന്നത്. അല്ല, എണ്ണ കമ്പനികൾക്ക് കൊടുത്ത ശേഷവും ഇമീഡിയറ്റ് അല്ലല്ലോ കൂടിയിട്ടുള്ളത്. കൊടുത്ത ശേഷവും എത്രയോ നാൾ ഇവിടെ കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് വില ഇരുന്നിട്ടുള്ളത്. അതിന് ശേഷം തന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. അതിനു മുമ്പുള്ള 50 വർഷത്തിനേക്കാളും കൂടുതലാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടിയിട്ടുള്ളത്. അത് തീർക്കാൻ പറ്റില്ല. ഞാൻ 2014 ഒരു 50 രൂപയ്ക്കൊക്കെ 1 ലിറ്റർ പെട്രോൾ അടിക്കായിരുന്നു എനിക്ക്. ഇപ്പം അത് പറ്റില്ല. 10 കൊല്ലം കൊണ്ട് 100% വർധനമെന്ന് പറയുന്നത് ചെയ്യരുതല്ലോ. ഒരു ഗവൺമെന്റിന് ഇതിന്റെ പുറത്തൊരു നിയന്ത്രണം ഉണ്ടല്ലോ, അതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പാലക്കാടിലെ ജനപ്രതിനിധികൾ നാണക്കേടെന്നാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻഗാമിയായ MLA രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൗൺസിലർ വർഷോപ്പ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? നടക്കാൻ പാടില്ലാത്തതാണ് അത്. ഞാൻ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുമാണ്. അപ്പം പ്രാദേശികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ആളുകൾ ചെയ്ത കാര്യങ്ങൾ അത്ര കണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് ബോധ്യങ്ങളുണ്ടല്ലോ.